एक बार आपके साथ परमेश्वर का महिमा करने के लिए परमेश्वर दिया हुआ सुंदर अवसर के लिए प्रभु को धन्यवाद करता हूँ। നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. हमारा जो आयु है, हमारा जो ताकत है, वो हमारा नहीं है, प्रभु के दान है. നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ട് ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലമെല്ലാം തന്ന കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ തന്ന ഭാഗ്യത്തിനായി നന്ദി പറയാം. हमारा कुछ भलाई से, हमारा कुछ कामों से नहीं है, परमेश्वर हमें दिया हुआ जो आयु है और जो ताकत है, उसी के द्वारा हम परमेश्वर के चरणों में बैठ के आराधना करने के लिए अवसर मिलते हैं. उसी के लिए मैं परमेश्वर को धन्यवाद करता हूँ. കഴിഞ്ഞ നാളിൽ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിരുന്നു. ഇന്നും പകലും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കാൻ ഇടയാകട്ടെ. यह दिनों के आप लोगों की जो प्रार्थना है मेरे लिए आशीष के कारण हुआ है. आज भी आप लोगों का प्रार्थना मैं चाहता हूँ परमेश्वर हमसे बातें करे. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ കൂട്ടായ്മ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഒരു വിടുതലായി, നാളുകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ഒരു മറുപടി കാണുന്ന ഒരു പകലായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ आज का ये वचन का सेवकाई गया दिनों में कई दिनों से हम जो प्रार्थना करके आ रहा है उस विषय के ऊपर मेरे लिए और आपके लिए छुटकारे के कारण बन जाए. ഇന്ന് പകൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രവചനത്തിൽ കൂടെയും അല്ലാതെയും പരിശുദ്ധാത്മാവ് ഇന്ന് ചില വ്യക്തികളോട് ആഴമായി സംസാരിക്കുന്ന ഒരു പകലായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. अगर आप प्रार्थना के साथ बैठेंगे जरूर परमेश्वर वचन के द्वारा, भविष्यवाणियों के द्वारा कई लोगों से बातें करने वाला है. ये मैं विश्वास करता हूँ. हम प्रार्थना के साथ बैठे, परमेश्वर के लिए किसी काम असंभव नहीं है. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചേ. जो लोग खुशी में है परमेश्वर को महिमा कीजिए. Praise the Lord. Praise the Lord. हालेलुया. അല്പസമയത്തെ ചിന്തിക്കേണ്ട സങ്കീർത്തനങ്ങൾ 97-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം. थोड़ा समय का चिंता के लिए हम एक वचन पढ़ेंगे. भजन संगीता 93 उसके 97 सॉरी 97 का 3 97 का 3. തീ അതിനു മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. उसके आगे 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 चलती हुई उसकी द्रोहियों को चारों ओर भस्म करती है. എല്ലാവരും അതൊന്ന് എടുത്ത് വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് വായിക്കാമോ? തീ അവന് മുമ്പായി പുറപ്പെടുന്നു, ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിച്ച് കളയുന്നു. सभी लोग निकाल कर एक साथ पढ़िए. उसके आगे आगे आग चलती हुई उसकी द्रोहियों को चारों ओर भस्म करती है. വിശ്വസിക്കാൻ തയ്യാറാകുക. തീ ഇറങ്ങുമ്പോൾ ചിലത് എന്തൊക്കെ നടക്കും എന്നും എവിടെല്ലാം വിടുതൽ നടക്കുമെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. आज जो आग उतर के आने के समय क्या क्या होने वाला है, क्या क्या संभव होगा, क्या क्या काम प्रकट हो जाएंगे, इसी विषयों के बारे में आप लोगों के साथ बैठ के मैं करने के लिए चाहता हूँ. തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അല്ല, ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്ന ഒന്നാണ് തീ. തീ പുറപ്പെടാൻ ഇടയായ, നീ ഒന്നും ചെയ്യണ്ട, നീ പ്രാർത്ഥിക്കാൻ ഇടയായ, നീ നിലവിളിക്കാൻ ഇടയായ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതികൂലങ്ങളെ ഇന്ന് പകൽ മാറ്റി നിനക്ക് വിടുതൽ നടുന്ന ഒരു പകലാണ്. अगर जो आग उतर के आता है वो परमेश्वर का सानिध्य है, परमेश्वर का जो संगति है, वो उतर के आने के समय तो कुछ भी करना जरूरी नहीं है. जो परमेश्वर की आत्मा है, जो आग है, अपने काम करते करते जाएंगे. तुम मौन होकर प्रार्थना में लगी रहे. അവിടെ നമ്മൾ വായിക്കുന്നു, തീ അവന് മുമ്പായി. ഇന്ന് പകൽ നമുക്ക് മുമ്പ് ചിലതൊന്ന് പുറപ്പെടാൻ ഇടയായാൽ, ചില സാന്നിധ്യം നമുക്ക് മുമ്പിൽ നിന്ന് പുറപ്പെടാൻ ഇടയായാൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവം ഒരു അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു പകലാണ്. खबर करता है जो आग उसके आगे आगे चलती है और तुम्हारे जो आग निकल के जाएंगे वो तुम्हारे विरुद्ध आने वाला सभी विषयों को भस्म करके सब कुछ तोड़कर तुम्हारे लिए आगे आगे जाने वाला. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ 32-ാമത് വാക്യം വായിക്കുന്നുണ്ട്. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ,
ഞാൻ അങ്ങയുടെ ദാസനെന്നും ഞാൻ ഈ ചെയ്യുന്നത് അങ്ങയുടെ ഹിതപ്രകാരം എന്നും അറിയേണ്ടതിന് തീ കൊണ്ട് ഉത്തരം, ഇന്ന് പകൽ തീ കൊണ്ട് ഉത്തരം അരുളുന്ന ഒരു ദൈവ സാന്നിധ്യം. आमेन। हम देखते हैं कि पहले राजा 18 अध्याय में जो हम देखते हैं एलिया प्रार्थना करता है, परमेश्वर तो आग के द्वारा अपने काम प्रकट कर रहा है, आग के द्वारा अपने काम प्रकट करता है, इसलिए आपके काम प्रकट कर जो तू जो परमेश्वर है, मैं आपके दास हूं करके उसने प्रार्थना करने के समय आग उतर के आया हुआ संभव हम देखते हैं। നമുക്ക് അവിടെ കാണുമ്പോൾ വെല്ലുവിളികൾ വലുതാണ്, പ്രശ്നങ്ങൾ വലുതാണ്. എന്നാൽ ആ പ്രതികൂലത്തിന്റെ മുമ്പിലും പ്രശ്നത്തിന്റെ മുമ്പിലും ഏലിയ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് ഈ ജനം ഇന്ന് പകൽ നീ ദൈവത്തെ ആരാധിക്കുന്നവനാണെന്നും നിന്റെ ചുറ്റുപാട് അറിയത്തക്കവണ്ണം ദൈവം ഒരു സാന്നിധ്യം നിന്റെ ഭവനത്തിനകത്ത് ഇറക്കാൻ ഇടയായ ഇന്ന് വിശ്വസിക്ക് ആ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കാൻ ഇടയാം. आमेन। जो यहाँ पर कहता है उसने यही प्रार्थना किया, यहोवा परमेश्वर इस्राएल के परमेश्वर, यहोवा इस्राएल के परमेश्वर है, मैं आपके दास हूँ, आप आपका काम प्रकट करो करके उसने प्रार्थना किया। तभी परमेश्वर का आग उत्तर किया कि वहां पर काम किया, जैसा तुम प्रार्थना करे तुम्हारे सामने जो परमेश्वर उत्तर किया कि अपने काम करने के समय जो लोग समझेंगे तुम कौन है, तुम्हारे परमेश्वर कौन है। വിശ്വസിച്ചോ? വെല്ലുവിളിക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷേ ഒറ്റ പേരെ ഏലിയാവും മാത്രം പ്രാർത്ഥിച്ചപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ നിന്റെ ചുറ്റുപാടൊന്ന് വെല്ലുവിളിക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്നതായ, ഭാവിയെ തടയുമെന്ന് വെല്ലുവിളിക്കുന്ന ദൈവ ആ വെല്ലുവിളിയുമായി ഇന്ന് പലൊറ്റ കാര്യം ചെയ്താൽ മതി, ദൈവ സാന്നിധ്യം അതിനകത്തൊന്ന് ഇറങ്ങാൻ ഇടയായ ഏത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കാൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. आमेन। आज विश्वास करे परमेश्वर के आत्मा जो परमेश्वर का सानिध्य तुम्हारे बीच में उतर के आने के लिए तैयार है, तुम्हारे चारों ओर तुम्हारे विरुद्ध ललकार करने वाला, तुम्हारा भविष्य के विरुद्ध, तुम्हारे जिंदगी के विरुद्ध जो ललकार करने वाला सभी विषयों के ऊपर परमेश्वर की आत्मा अगर उतर के आएगा, सारे प्रतिकूल अवस्थाओं को जो अनुकूल करने के लिए परमेश्वर तैयार है। हमें तुम प्रार्थना में लगी रही। ഇന്നിപ്പോ ജോസ് പാസ്റ്ററോട് പറഞ്ഞെങ്കിൽ മാത്രമേ ചില വ്യക്തിയോട് പറയാം, നിന്റെ ജീവിതത്തിനകത്ത് മുന്നോട്ട് വിടത്തില്ലെന്നും നിന്നെ ഒരിക്കലും നിലനിർത്തത്തില്ലെന്നും പറയുന്ന ചിലവിൽ നീ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകെ അവരുടെ മുമ്പിൽ ഇന്ന് പകൽ നീ ഒറ്റയ്ക്കേ ഉള്ളൂ മതി, പക്ഷെ മറ്റേ ഒറ്റയ്ക്ക് മതി. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നീ മുട്ടുമടക്കാൻ തയ്യാറായാൽ, ദൈവ സാന്നിധ്യം നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങാൻ ഇടയായാൽ ഇന്ന് പകൽ ഒരു വിടുതലിന്റെ ഒരു പകലാണ്. आमेन। सिर्फ एक व्यक्ति से नहीं है, परमेश्वर की आत्मा कहते हैं परमेश्वर का जो सानिध्य है, परमेश्वर का जो उपस्थिति तुम्हारे परिवार में, तुम्हारे बीच में, तुम्हारे जिंदगी में उतर के आने के समय जो एक बदलावट होता है, जो चारों ओर खड़े होने वाले लोग देख के चकित होने जैसा एक अद्भुत कार्य परमेश्वर तुम्हारे जीवन में करेंगे। നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല, നിന്നെ താങ്ങാൻ ആരും കാണത്തില്ല, നിനക്കൊരു ആശ്വാസ വാക്ക് പറയാൻ ആരും കാണത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പോടെ ഞാൻ പറയാം, ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും, ആരും നിന്നെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും, ആരും നിനക്ക് കൈത്താങ്ങൽ തന്നില്ലെങ്കിലും ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവ സാന്നിധ്യം ഇറങ്ങാൻ ഇടയായ, ദൈവകൃപ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയ്ക്ക് ഇറങ്ങാൻ ഇടയായ ഇന്നോ പകൽ ചില വെല്ലുവിളി കരിഞ്ഞു മാറുന്ന ഒരു പകലാണ്. तुम्हें सहायता करने के लिए, तुम्हें मदद करने के लिए तुम्हारे साथ कोई नहीं रहेंगे, कोई तुम्हें सहायता के लिए नहीं आएंगे, लेकिन परमेश्वर का जो सानिध्य है, परमेश्वर का जो उपस्थिति तुम्हारे परिवार के अंदर, तुम्हारे जीवन में उतर के आने के समय तुम्हारे विरुद्ध आते हुए सारे ललकार के ऊपर परमेश्वर तुम्हें विजयी देखकर तुम्हें आगे बढ़ाए। ഞാൻ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് നീ ഒന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കാനിടയാൽ. മറ്റൊന്നും പ്രാർത്ഥിക്കണ്ട. ദൈവമേ, കൂടുതൽ പ്രാർത്ഥിക്കാൻ നിനക്ക് അറിയത്തില്ലായിരിക്കാം, കൂടുതൽ വാചകങ്ങൾ പറയാൻ, പക്ഷെ ഒരു കാര്യം, ഞാൻ അങ്ങയുടെ ദാസനാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് മുമ്പിൽ, ഞാൻ അനുഭവിക്കുന്ന വിഷയത്തിന് മുമ്പിൽ അങ്ങൊന്ന് ഇറങ്ങാൻ ഇടയായാൽ എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടെന്ന് പ്രാർത്ഥിക്കാനിടയാൽ ഇന്ന് വിശ്വസിക്കുക, ആരോടൊക്കെ പരിശുദ്ധാത്മ ആഴമായി ഇടപെടുന്ന ഒരു പകലാണ്. आमेन। तुम केवल यही प्रार्थना करना, प्रभु मैं आपके दास हूँ, ये स्मरण करे, क्योंकि तुम्हें ज्यादा प्रार्थना करने के नहीं आता होगा, तुम बड़ा लंबा चौड़ा प्रार्थना करना जरूरी नहीं है। एक ही शब्द मैं आपके दास हूँ तुम मुझ में स्मरण करना करके तुम समर्पण करके प्रार्थना करने के समय
जब परमेश्वर के सानिध्य वहां पर उतर के आता है, हमें तुम्हारे जीवन में जो विषय के ऊपर है परमेश्वर उससे चमत्कार करेंगे। तुम्हारे चारों ओर देखने वाला का जीवन में वो अद्भुत कार्य होने के लिए परमेश्वर काम करेंगे। അങ്ങനെ നീ പ്രാർത്ഥിക്കാനിടയായാൽ മുട്ടുമടക്കത്തിൽ എന്ന് പറയുന്ന ചില വ്യക്തികൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. നിന്നെ ഒതുക്കുമെന്ന് പറയുന്ന ചില വ്യക്തികൾ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിന്നോട് ആലോചന ചോദിക്കത്തക്കോണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു പകലാണ്. आमेन। वैसा परमेश्वर का सानिध्य उतर के आने के समय तुम्हारे चारों खड़ा होने वाला, तुम्हारे विरुद्ध खड़ा होने वाला कुछ लोग तुम्हारे सामने घुटना टेकेंगे। वहां वो तुम्हारा जो ललकार है तुम्हारे लिए, तुम्हारे विरुद्ध आने वालों को परमेश्वर घुटना टेकर उसका पराजित करने वाला एक सुबह का समय है। परमेश्वर की आत्मा स्पष्ट रीति से लोगों से बातें कर रहा है। ഒരിക്കലും നീ പരാജയപ്പെടുവാൻ, ഒരിക്കലും നീ മറ്റുള്ളവരെ തലകുനിക്കുവാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽ നമുക്ക് ഒറ്റ കാര്യം ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഒന്ന് ഇറങ്ങാനിടയായ, അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ എനിക്ക് ഇടയായ തീർച്ചയായും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. आमेन। अगर तुम प्रेषण लौट एक ही शब्द है, तुम परमेश्वर के सामने समर्पण करने के समय हमें तुम्हारा जो समस्या के बीच में, तुम्हारा जो ललकार के बीच में परमेश्वर उत्तर की आके जो काम करने वाला है, हमें केवल तुम परमेश्वर के सामने समर्पण करना, परमेश्वर का उपस्थिति तुम्हारे ऊपर, तुम्हारे भी विषय के ऊपर उतर के आना चाहिए। യെശയ്യാ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. यशायाह का किताब 10वां अध्याय उसके 17 आयत 10:17. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അതിന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. इसराइल की ज्योति तो आग ठहरेगी और इसराइल का पवित्र ज्वाला ठहरेगा और वह उसके जड़ चढ़कर को एक ही दिन में भस्म करेगा. അവിടെ വായിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു തീയായി പുറപ്പെട്ട് മുള്ളും പറക്കാരെയും ഒറ്റ നിമിഷം കൊണ്ട് ദഹിപ്പിച്ചു കളയും. हम देखते हैं पवित्र आत्मा एक आग के समान उतर की आके उसमें जो कुछ हमें जड़ कर है और जो सब कुछ है परमेश्वर एक ही दिन में भस्म करेंगे. മുള്ളു കൊണ്ട് എന്താ നടക്കുന്നത്? മുള്ള് ഒന്ന് കുത്തുന്നത്, ഒന്ന് ഞെരുക്കുന്നത്, എങ്ങനെയും ഒന്ന് ഉയരണമെന്ന് ചിന്തിക്കുമ്പോൾ കുത്തുന്ന ചില വാക്കുകൾ, ഞെരുക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽ ഒറ്റ നിമിഷം മതി, അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാറും. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണ്. हमें जो कांटा बोलेगा तो जो जड़कर बोलेगा तो जो हमें छूने वाला, हमें दर्द देने वाला, हमें दबाने वाला, क्योंकि कैसा भी किसी रीति से भी थोड़े आगे बढ़ने के लिए कोशिश करता है, तभी दबाने वाला, दर्द दिलाने वाला उसको भस्म करेंगे ये पवित्र आत्मा के आग. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹന്ന പെനീനയുടെ മുമ്പിൽ കുത്തുവാക്കുകൾ കൊണ്ട് ഒരു വിധത്തിലും ഉയരാൻ കഴിയാതെ, ഒരു വിധത്തിലും സമാധാനം തരാതെ, ഒരു സ്വസ്ഥത തരാതെ, എല്ലാ ദിവസവും കുത്തുന്ന വാക്കുകൾ മാത്രമല്ലാതെ ഒരൊറ്റ വാക്ക് പോലും ഇന്ന് വരെ അവിടെ പോയി പറഞ്ഞിട്ടില്ല. अमेन। उदाहरण से हम बोल सकता है कि हन्ना के जीवन में जो पेनीना हमेशा उनको दर्द देने वाला बातों के द्वारा उन्हें झुकाता था, उन्हें दर्द दिलाते रहता था, एक समय भी उसके आगे बढ़ने के लिए, आनंद बनाने के लिए उन्हें नहीं देते हुई अवस्था में उन्हें सताते रहा है. നമ്മൾ അവിടെ തന്നെ വായിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും കുത്തുവാക്കുകൾ. ഇന്ന് പകൽ അങ്ങനെ കുത്തുവാക്ക് കൊണ്ട് മുഷിഞ്ഞിരിക്കുന്നതായി, എവിടെ തൊട്ടാലും കുത്തുവാക്ക്, എവിടെ എന്ത് ചെയ്താലും കുത്തുവാക്കല്ലാതെ ഒരു ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് കേൾക്കാതെ ആരെങ്കിലും ഇന്ന് പകൽ എന്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായ ചില കുത്തുവാക്കുകളുടെ മുമ്പിൽ നിനക്ക് വേണ്ടി മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. आमेन। अगर आज कोई भी उसी अवस्था में जो कहां पर भी घूमे, किसका किधर भी देखे बातों से दर्द दिलाने वाला अनुभव में अगर कोई बैठा है, परमेश्वर की आत्मा आपको देता, ये अगुवाई देता हूं, अगर परमेश्वर का वो सानिध्य उत्तर की आएगा तो उस अवस्था से बदल कर तुम्हें आशीष में बढ़ेंगे.
ഭവനത്തിൽ കൂടി ആയിക്കോട്ടെ, ഭവനത്തിൽ നിന്നായിക്കോട്ടെ, സഹോദരവർഗങ്ങളിൽ നിന്നായിട്ട് മറ്റ് അന്യരിൽ നിന്നായിക്കൊള്ളട്ടെ, പലപ്പോഴും ജീവിതത്തിൽ നന്മ ചെയ്യണം നമുക്ക് ആഗ്രഹം. പക്ഷെ നന്മ ചെയ്യുന്തോറും നമുക്ക് കിട്ടുന്നത് കുത്തുവാക്കല്ലാതെ ഒരാശ്വാസത്തിന്റെ വാക്ക് കേൾക്കാൻ കഴിയാതെ ആരെങ്കിലും ഇന്ന് പോലെ എന്റെ ശബ്ദം കേൾക്കുന്നത് ഇന്ന് പരിശുദ്ധ പറയും, നിനക്ക് വേണ്ടി ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു പകല. आमेन। जो परिवार के अंदर से हो, रिश्तेदारों से हो, अपना मित्रों से हो, किधर भी घूमेगा तो ऐसा दर्द दिलाने वाला बातों से हमें झुकाता है, हमें दर्द दिलाता है, उसी अवस्था में है तो पवित्र आत्मा कहते हैं हमें तुम्हारे जीवन में परमेश्वर और अद्भुत कार्य करने के लिए तैयार। നാളുകൊണ്ട് നമ്മൾ വായിക്കുന്നു, അവള് ദൈവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏലിപുരോഹിതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അന്നു മുതൽ അവിടെ വിഷയത്തിന് പരിഹാരം. ഇന്നപ്പോൾ ഒറ്റ നാളുകൊണ്ട് എത്രയോ വർഷം കൊണ്ട് അനുഭവിക്കുന്ന വേദനയാണ്, എത്ര വർഷം കൊണ്ട് നിന്നെ സഹിച്ച് മടുത്തിരിക്കുകയാണ്. പക്ഷെ ഒറ്റ കാര്യം, അവളെ ദൈവാലയത്തിൽ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം തന്നെ അവിടെ വിഷയത്തിന് പരിഹാരമായെങ്കിൽ ഉടമനക ആരോടൊക്കെ പരിശുദ്ധം ആഴമായി ഇടപെടുന്ന ഒരു പകല വിശ്വസിക്കാത്ത ഒരു പ്രവചന ദൂത് പോലെ പറയാണ്, യേശുവിന്റെ അധികാരം സംഭവിക്കട്ടെ. आमेन आमेन। और जो हन्ना के जीवन में कई सालों से वो अनुभव करके आया हुआ दर्द है, कई सालों से उनके जीवन में अनुभव करके आया हुआ, एक ही दिन वो परमेश्वर के भवन में जाके अपने आप को समर्पण करने के समय जो उनके प्रार्थना सुनकर एली महायाजक यही कहता है कि तुम्हारा प्रार्थना का उत्तर मिल गया है। देखिए इतने दिनों से उसे अनुभव किया हुआ विषय एक ही दिन में छुटकारा मिला, जैसा कई दिनों से जो दर्द से बैठा हुआ आमें लोगों से परमेश्वर की आत्मा कहता है, कई लोगों के जिंदगी को देखकर परमेश्वर की आत्मा कहता है आमें तुम्हारे जीवन में परमेश्वर काम कर सकता है। ये कई लोगों के विषय में परमेश्वर देख रहा है। അവിടെ വായിക്കുന്നുണ്ട്, അവൾ അത്രയ്ക്കും തകർന്നു, അത്രയ്ക്കും വേദനപ്പെട്ടാണ് ദൈവാലയത്തിലേക്ക് ചെന്നത്. ദൈവാലയത്തിൽ ചെന്നപ്പോഴും അവിടെയും കുത്തുന്ന വാക്ക്. എന്നാൽ ഒരു കാര്യമുണ്ട്, പിന്നെ അവിടെ നിന്ന് കേൾക്കുന്നത്, അവിടെ മുഖം പിന്നെ വാടിയില്ല. ഇന്ന് പകൽ പരിശുദ്ധന്മാരുടെ മുഖം വാടി, നീ എന്നും മറുപടി പറയണം എന്നറിയാതെ ഞെരുങ്ങുന്ന ചില വിഷയത്തിനകത്ത് ഇന്നോ പകൽ പരിശുദ്ധ പറയാ, കുത്തുന്ന ചില മുള്ളുകളുണ്ടല്ലോ, ഇന്നോ പകൽ അതിനകത്തൊരു മറുപടി തരുന്ന ഒരു പകല. आमेन। हन्ना जो परमेश्वर के चरणों में गया प्रार्थना करने के लिए, वहां पर भी उन्हें मिला हुआ दर्द भरा हुआ बात है, लेकिन थोड़ा समय के बाद उन्हें आश्वास का उस वचन मिला, जैसा आज जो तुम दर्द में बैठा है, हमें कहां से भी तुम्हें जो दर्द दिलाने वाला बातों से, तुम्हें सताते रहते हुए अवस्था से आमेन, तुम्हें बदलावट में, तुम्हारे जीवन में आशीष में लाने के लिए परमेश्वर आज तैयार है। യേശു ക്രിസ്തു ഉദാഹരണം പറഞ്ഞ സമയത്തുണ്ട്, ഒന്ന് വഴിയരികെ വീണു, നല്ല വചനത്തിനെ കുറിച്ച്, ഒന്ന് വഴിയരികെ വീണു, ഒന്ന് പാറസ്ഥലത്ത് വീണു, ഒന്ന് മുള്ളിനടി. മുള്ള് വളരണമെന്നാഗ്രഹം, പക്ഷേ അതിനെന്ത് ചെയ്യുക, ഞെരിച്ചു കളയുക. ഒട്ടും വളരാൻ കഴിയത്തില്ല, എവിടെ നിന്ന് ഞെരിച്ചു കളയും. ഇന്ന് പകൽ ഞെരുക്കുന്നതായ, ഒതുക്കുന്നതായ, ജീവിതത്തിൽ പുറത്തു വരുത്തത്തില്ലെന്ന് പറയുന്നതായ ചില വിഷയത്തിനകത്ത് എന്താ പറയാ, പരിശുദ്ധൻ ഒരു തീയായി പുറപ്പെട്ട് അത് മുള്ളു പറക്കാര് ഒറ്റ നിമിഷം കൊണ്ട് ഉദ്ദേശിച്ചു കളയും. आमेन। जो यीशु मसीह ने अपने दृष्टांत बताने के समय ऐसा कहा है, बीज बोने वाला बीज बोने गया, कुछ मार्गों में गिरा है, कुछ पत्थरों के ऊपर गिरा है, कुछ झाड़ियों के बीच में, जो कांटे के झाड़ियों के बीच में गिरा है, लेकिन वहां से जो बढ़ के आया, लेकिन कांटा का जो झाड़ियों ने उन्हें दबा दिया है, उन्हें बढ़ने के लिए नहीं दिया। जैसा तुम्हें दबा के रखने वाला जो अवस्था, तुम्हें बढ़ने के लिए नहीं देते हुए कौन सा अवस्था से तुम्हें दबा के रखा है, वहां से एक बढ़ोतरी देने के लिए आज परमेश्वर तैयार है। നമ്മൾ വായിക്കുന്നുണ്ട്, മുള്ള ഒരു ദിവസം കൊണ്ട് പൊങ്ങി വരുന്നതല്ല, വർഷങ്ങൾ കൊണ്ട് കിളിച്ചു വന്നതാണ്. പക്ഷെ ഇന്ന് പകൽ വർഷങ്ങൾ കൊണ്ടായിരിക്കാം നിന്നെ ഞെരുക്കുന്നത്, വർഷങ്ങൾ കൊണ്ടായിരിക്കാം നിന്നെ ഒതുക്കാൻ നോക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വർഷങ്ങൾ കൊണ്ട്, എത്ര വർഷം കൊണ്ട് ഒതുക്കുന്ന പകൽ ആരോടൊക്കെയോ വർഷങ്ങൾ കൊണ്ട് ഒതുക്കി വെച്ചിരിക്കുന്നതായ, നാളുകൊണ്ട് ഒതുക്കി വെച്ചിരിക്കുന്ന ചില മണ്ഡലത്തിനകത്ത് ഇന്ന് വരെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമില്ലല്ലോ എന്ന് നീ ചിന്തിക്കുന്നത്, ഇന്നപ്പോൾ വിശ്വസിക്കാൻ തയ്യാറാണ്. ഉത്തരത്തിന് ലഭിക്കുന്ന ഒരു പകലാണ്, വിശ്വസിക്കാൻ തയ്യാറാണ്. आमेन। जो कांटा का झाड़ एक दिन में उगा हुआ नहीं है,
कई सालों से उग के आया हुआ है, तुम्हें कई सालों से दबाते हुए, तुम्हें आगे बढ़ने के नहीं देते हुए, तुम उस आशीषों को प्राप्त करने के नहीं देते हुए, सालों से तुम्हें दबा के रखा हुआ उस अवस्था आज तुम्हारे जीवन में छुटकारा देने वाला दिन है। तुम विश्वास करे, तुम प्रार्थना करे, आज परमेश्वर की आत्मा कहता है आज तुम्हारे जीवन में उस विषय से छुटकारा मिलने वाला दिन है। ഞാനൊരു കാര്യം പറയാം. ഇന്ന് പകൽ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് ചില കുടുംബങ്ങളിൽ വ്യക്തികളുണ്ട്. സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ ഒതുങ്ങിപ്പോകുന്ന, കുടുംബത്തിനകത്ത് ഭർത്താവായിരിക്കാം, തലമുറകളായിരിക്കാം, നിന്നെ ഒതുക്കുന്ന ചില മണ്ടെങ്കിൽ സ്വാതന്ത്ര്യമായി ഒന്ന് ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പുറത്തു വരാൻ കഴിയാതെ തലമുറകളായിരിക്കാം, ഭർത്താവായിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് പല അങ്ങനെയുള്ളവരോട് ഇന്ന് ആഴമായി പരിശുദ്ധ പറയാം. ഇന്ന് പകൽ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അവിടെ വായിക്കുന്നത് പരിശുദ്ധന്റെ സാന്നിധ്യം തീ പോലെ പുറപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ അങ്ങനെ പുറപ്പെടാൻ ഇടയായാൽ ഇന്ന് വിശ്വസിക്കാൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിനക്ക് സ്വാതന്ത്ര്യം തരുന്ന ഒരു ദൈവ സാന്നിധ്യം. आमेन। तुम जो घर के अंदर या पति हो, बच्चे हो, तुम्हें दबा के रखा हुआ एक आजादी पाने के लिए स्वतंत्रता कुछ बाहर आने के लिए कोशिश करता है, नहीं आ सकता हुआ अवस्था में तुम्हें अंदर दबा के रखा हुआ घर के अंदर, या पति हो, पत्नी हो, बच्चे हो, या उनके तुम्हारे जीवन में दबाव में बैठा हुआ अवस्था है, तो उस अवस्था से आज तुम्हें बाहर लेके आने वाला दिन है। हमें तुम विश्वास करो, तुम्हारे जीवन में आज एक छुटकारा परमेश्वर देना चाहता है। വിശ്വസിക്കുക, എന്നെ കേൾക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ലൈവ് കേൾക്കണമല്ലോ, ചില വ്യക്തികൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചോ, അടുത്ത ദിവസങ്ങൾ നിനക്ക് വേണ്ടി ഒരത്ഭുതം. ജനഗുണവൻ പരിശുദ്ധൻ ഒരു തീയായി പുറപ്പെട്ട് മുള്ളും പറക്കാരും ഒറ്റ നിമിഷം നീ ഒരു വാക്കും പറയണ്ട, നീ ഒരു പ്രതികരിക്കാൻ വേണ്ട, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായി, വിശ്വാസത്തോടെ ഒന്ന് നിലവിളിക്കാൻ തയ്യാറായ, ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി ഒരു ദൈവപ്രവൃത്തി എന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങുന്ന അടുത്ത ദിവസം അതിന്റെ വിടുതൽ സാക്ഷികൾക്കാനിടയും. आमेन। ऐसा जो अवस्था में बैठने वाला कोई जो मुझे सुन रहा है, लाइव में जो सुनते हैं, कोई मुझे सुन रहा है, क्योंकि उसी अवस्था में जाने वाला, कुछ बाहर आ नहीं सकता हुआ अवस्था में दबाव में बैठा हुआ कुछ लोग हैं, उनके जीवन में परमेश्वर की आत्मा कहते हैं आज तुम्हारे जीवन में परमेश्वर छुटकारा देना चाहता है। अगर तुम आज विश्वास करेंगे, तुम प्रार्थना करने के लिए तैयार हो जाएंगे, आग के समान तुम्हारे सामने वो प्रकट होकर तुम्हारे विषयों को भस्म करके तुम्हारे जीवन में चमत्कार करने के लिए इन दिनों में परमेश्वर काम करने के लिए तैयार है। तुम केवल विश्वास करना और प्रार्थना करना, तुम आने वाले दिनों में गवाही बनकर खड़ा हो जाएंगे परमेश्वर किया हुआ चमत्कारों के बारे में। विश्वास करने के लिए तैयार हो जाओ, जो परमेश्वर का महिमा तुम्हारे जीवन में प्रकट हो जाएगी। നമുക്ക് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച കാരാഗ്രഹത്തിൽ ഏറ്റവും അകത്തെ തടവറയിൽ ആമത്തിലാക്കുന്ന വായിക്കുന്നത്. पौलुस और सीलास के बारे में हम पढ़ते हैं कि उन्हें जो बंदी गृह के अंदर एकदम अंदर के जगह में उन्हें जो कैद करके डाल दिया है। എന്നെ പലപ്പോഴും ചിന്തിക്കുന്നത്, കേരള അകത്തുനിന്ന് ഒരൊറ്റ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരും സ്നേഹത്തോടെ മോനെ കേരള അകത്തൊന്നും പറഞ്ഞ് ആരെയും ഒരു കുറ്റവാളിയെ കയറ്റത്തില്ല. എന്നാൽ അവിടെ വായിക്കുന്നുണ്ട് പോലീസ് അവരെ അടകത്തെ തലവറെ അകത്ത് ഇടിച്ചു കയറ്റി. പക്ഷേ ഒരു കാര്യം, പരിശുദ്ധന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിയപ്പോൾ आमेन, जैसे वहां पर उन्हें हम देखते हैं कि उन्हें जैसे अंदर दबा के रख के जो काट टोकर दिया है। और जो केरला में हम देखते हैं कि कोई भी पुलिस स्टेशन में कोई पुलिस वाला ये बेटा तू अंदर आओ करके खुशी से बुलाते हुए नहीं देखता है, उन्हें जो दबा के अंदर डाल के बांध के रखता है। वैसा ही इन दोनों को अंदर जो बांध के रखा हुआ अवस्था में पवित्र आत्मा का सानिध्य वहां पर उतर के आने के समय क्या हुआ है हम देखते हैं। ഒരിക്കലും ഒരു പോലീസുകാരനും സ്നേഹത്തോടെ ഇടപെടുന്ന കാരണം കുറ്റവാളികൾ അല്ല കുറ്റവാളി. എന്നാൽ അവിടെ അങ്ങനെ തന്നെ പൗലോസ്. പക്ഷെ ഒരു കാര്യം, ഈ കുറ്റവാളികളെ തള്ളിക്കയറ്റെങ്കിൽ ആ പോലീസ് പ്രമാണി അല്ലെങ്കിൽ ആ യജമാൻ ജയിലിന്റെ പ്രമാണി പറയും, യജമാനെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? आमेन। कोई भी पुलिस वाला जो गलत किया हुआ और कैदी करने वालों को प्रेम से बात नहीं करता है, उन्हें ऐसा जो मार के केस के अंदर डाल के दबा के रखता है। लेकिन इन लोगों को भी वैसा ही रखा था। उसी अवस्था में वो जेल के अधिकारी
वहां पर जो पवित्र आत्मा का काम प्रकट होने के समय जेल के अधिकारी आके कहता है, ये स्वामी ओम, उद्धार पाने के लिए, छुटकारा पाने के लिए मैं क्या करूं? മുറിപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാണ് അകത്ത് കയറ്റിയത്. പക്ഷേ അകത്തെ തടവറയിൽ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ജയിൽ പ്രമാണി പറഞ്ഞൊരു കാര്യമുണ്ട്, യജമാനനെ രക്ഷ പ്രാപിക്കാൻ ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകും. നിന്നെ പറയുന്ന ചില വ്യക്തികളുണ്ട്, നിന്നെ കളിയാക്കുന്ന ചില വ്യക്തികളുണ്ട്, നിന്നെ മാറ്റി നിർത്തുന്ന ചില വ്യക്തികളുണ്ട്. उनको हमें जो मार के अंदर डाला हुआ है, उन्हें इतने सता के अंदर डाला हुआ है, लेकिन वहां पर पवित्र आत्मा का सानिध्य प्रकट होने के समय उन्होंने आके यही पूछता है, आमेन, प्रेज़ द लॉर्ड, जो बच निकलने के लिए हम क्या करें? वहां पर वो पूछता है कि ये स्वामियों, प्रेज़ द लॉर्ड, उन्हें वैसा ही बुलाता है। पौलुस को, सीलास को देख के उन लोग बुलाता है, हम बचने के लिए हम क्या कर सकेंगे? तुम्हें जैसे सता के और तुम्हें परेशानी देकर अंदर डाला हुआ अवस्था में, जो दबा के रखा हुआ अवस्था में हो, लेकिन पवित्र आत्मा उतर के आने के समय वह सब कुछ बदल जाते हैं। അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ അവര് കുറ്റം പറഞ്ഞ് അകത്ത് കയറ്റി. ഇന്ന് പകൽ നിന്റെ പല കുറ്റം പറഞ്ഞ് നിന്നെ ഒതുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അവര് പറയും, നീ ഇനി പ്രാർത്ഥിച്ചെങ്കിലേ എനിക്കൊരു വിടുതലുള്ളൂ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം എന്ന് പറയത്തക്കവണ്ണം ഇന്ന് പകൽ വിശ്വസിക്കാൻ. അവിടെ വായിക്കുന്നത് അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. യജമാന്മാരെ രക്ഷ പ്രാപിക്കാൻ കുറ്റം പറഞ്ഞു അകത്ത് കയറ്റി. പക്ഷെ ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്നെ സാന്നിധ്യം ഇറങ്ങാൻ ഇടയായി, നിന്റെ ഭവനത്തിനകത്ത് സാന്നിധ്യം ഇറങ്ങാൻ ഇന്ന് പകൽ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നിന്നോട് ചോദിക്കുന്ന ഒരവസരം ഈ അടുത്ത ദിവസം ഉണ്ടാകും. വിശ്വസിക്കാൻ തയ്യാറാണ്. आमेन। तुम्हें तुम्हारे विरुद्ध जो दोष लगाकर तुम्हें अंदर डाला हुआ अवस्था है, आमेन, इन लोगों को दोष लगा के अंदर डाला हुआ है, लेकिन उनको बुलाता है कि ये साहिबो या स्वामियों, हम क्या उद्धार पाने के लिए क्या करूं? वैसा जो पूछते हुई अवस्था में तुम्हें दबा के रखा हुआ, तुम्हें बुराई बोलकर अंदर डाला हुआ जो अवस्था से पवित्र आत्मा का जो सानिध्य उतर के आने के समय, हमें तुम्हारे पास आके तुम हमारे लिए प्रार्थना करो, मैं बचना है तो तुम्हारा प्रार्थना चाहिए, तुम मेरे लिए मदद करो करके बोलने वाला अवस्था में पवित्र आत्मा तुम्हें बदल देंगे। പ്രാർത്ഥിച്ചതിന്റെ പേരിലും വചനം പറഞ്ഞതിന്റെ പേരിലാണല്ലോ പൗലോസിനെയും ശീലാസിനെയും അകത്താക്കാനാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഇന്ന് പകൽ ഞാൻ പറയാം, നിന്നെ എവിടൊക്കെ അകത്താക്കാൻ നോക്കിയാലും എവിടൊക്കെ ഒതുക്കാൻ നോക്കിയാലും അവിടെ ഒന്നും നീ ഒതുങ്ങി പോകത്തില്ല. ദൈവമാണ് നിന്നെ കണ്ടതെങ്കിൽ നിന്റെ മേലെ ചില വായ്ത്തത്തങ്ങൾ ഉണ്ടെങ്കിൽ. आमेन। जो पौलुस सीलास से प्रार्थना करने, आराधना करने के द्वारा उन्हें अंदर डाला है, तो वैसा कि तुम प्रार्थना करते हैं, आराधना करने के समय तुम्हें अंदर डालने के लिए अगर कोशिश करता है, तुम्हें दबाने के लिए कोशिश करता है, तो पवित्र आत्मा का अगुवाई से तुम्हारे ऊपर जो वायदा है, वो वायदा तुम्हारे ऊपर रहने से तुम्हें कोई भी कुछ नहीं कर पाएंगे। ഞാൻ ഇവിടെ ഒരു പ്രവചന ദൂത ഞാൻ പറയാം, വായ്ത്തത്വമുള്ളവൻ, വായ്ത്തത്വം നിറവേറുന്നിടം വരെ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് ഒരു കാരാഗ്രഹത്തിനകത്തോ ഒരു അല്ലെങ്കിൽ ഒരു മുറിക്കകത്തോ നിന്നെ ഒതുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരിടത്ത് മാത്രം നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. അവിടെ നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ വായ്ത്തത്വങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നത് ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്. आमेन। अगर आज मैं भविष्यवाणी के रूप में आपको ये बताना चाहता हूँ, तुम्हारे ऊपर एक वायदा है, पवित्र आत्मा का जो अगुवाई है, परमेश्वर का एक वायदा तुम्हारे पास रहने के समय तुम्हें एक कमरा के अंदर या एक जगह में तुम्हें दबा के बांध के रख नहीं सकता है। ഇത്രത്തോളം നീ വന്നാൽ മതി, ഇതിനപ്പുറത്തോട്ട് നീ കടക്കണ്ട എന്ന് പറഞ്ഞ് എവിടെങ്കിലും ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആരുമായി പറയാം, അവിടെ നീ ഒതുങ്ങി പോകത്തില്ല. आमेन। तुम इतना ही आना चाहिए, आगे नहीं आना है करके तुम्हें अगर दबा के रखता है, तुम्हें वहां पर जो रोकता है उस अवस्था में है, तो आज पवित्र आत्मा के द्वारा मैं कहना चाहता हूं कि परमेश्वर तुम्हें वहां से बाहर लेके आएंगे। ജോസ് പാസ്റ്റർ വിശ്വസിച്ചു, ഒരിടത്ത് മാത്രം ഒതുക്കുന്നൊരു ദൈവമല്ല. നിന്നെ ഒരു ഭാഗത്ത് മാത്രം ഒതുക്കാൻ പലരും നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിന്റെ തലമുറയായാലും നിന്നെ ആയാലും ഇതിനകത്ത് മാത്രം ഒതുക്കാൻ നോക്കിയാൽ ഇന്ന് പകൽ യെശയ്യാ പ്രവചനം വായിക്കുന്നു, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നിന്റെ കയറുകളെ നീട്ടുക. എന്തുമാത്രം നീട്ടാൻ കഴിയുന്നോ, എത്രമാത്രം കയറുകളെ നീട്ടാൻ അത്രത്തോളം വിശാലതയ്ക്ക് വരുത്തി നിന്നെ കയറി വന്നതുകൊണ്ട് പറയാണ്. അവിടെ യെശയ്യാ പ്രവചനം വായിക്കുന്നുണ്ട്, നിന്റെ കുറ്റികളെ ഉറപ്പിച്ച് നിന്റെ കയറുകളെ നീട്ടാൻ
കൽപ്പിച്ചെങ്കിൽ, കയറ് നീട്ടാൻ തയ്യാറായാൽ, കുറ്റി ഉറപ്പിക്കാൻ തയ്യാറായാൽ വിശാലത വരുത്തുന്ന ഒരു ദൈവത്തെ സേവിക്കുന്നു. आमेन। प्रीस लॉर्ड। परमेश्वर कहता है आमेन, तुम्हें इसके अंदर दबा के रखने के लिए, इसके अंदर बांध के रखने के लिए कोशिश करते हुए अवस्था से तुम्हें बाहर लेके आने के लिए परमेश्वर चाहता है। एशिया के किताब में हम पढ़ते हैं कि तुम्हारे रस्सियों को खोल दो और तुम्हारा जो गढ़ है आमेन उसको स्थिर कर दो, और तुम्हारे रस्सियों को जितना तुम खोल सकता है उतना तक खोल दो। तुम्हें इसी जगह में बांध के रखने के लिए कोशिश करते हुए अवस्था से तुम्हें उतना ही दूर, उतना ही लंबा तुम्हें बढ़ाने के लिए परमेश्वर तैयार है। ഈ പറയുന്നതിനകത്ത് ഉൾപ്പെട്ടതല്ലെങ്കിലും ഒരു പ്രവചന ദൂത് പറയും, കെട്ടപ്പെട്ട കഴുത വിചാരിച്ചു എന്റെ കെട്ട് ഒരിക്കലും പൊട്ടത്തില്ല. ആ കുറ്റി എത്രമാത്രം കയറുന്നുണ്ടോ അത്രത്തോളമേ അതിന് പോകാൻ പറ്റുന്നു. പക്ഷെ ഒരു കാര്യം, ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങിയപ്പോൾ കെട്ടപ്പെട്ട കഴുതെ അടിച്ച് പുറത്ത് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ഏതൊക്കെയോ മണ്ഡലത്തിൽ കെട്ടുകിടക്കുന്ന, കുരുങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധ പറയാണ്, ഇന്ന് പകൽ നിന്റെ കെട്ട് പൊട്ടി പുറത്തു വരും. आमेन। जैसे एक इसके साथ नहीं है तो भी हम देखते हैं कि जो बांधा हुआ गधे के बारे में, वो बांध के रखा हुआ गधा है, जितना उसका रस्सी का लंबाई है उतना ही जगह में उसको घूम सकता है, उससे आगे नहीं जा सकता, वो अवस्था में था। लेकिन परमेश्वर के सानिध्य वहां पर उतर के आ गया। वहां पर उनको खोलने के समय उन्हें जब बाहर लेके आया, जितने उन्हें जीवन में जो बदलावट आया वैसा परमेश्वर तुम्हें वहां से खोलकर बाहर लेके आने के लिए चाहते। ഇത് എന്റെ ഈ ദൂതിനകത്തുള്ളതല്ലെങ്കിലും ഒരു പ്രവചന ദൂത് പോലെ ഞാൻ പറയുകയാണ്. ആരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതപ്പോൾ വിശ്വസിക്കാൻ, നിന്റെ ചില കെട്ടുകൾ പൊട്ടാൻ സമയമായി. आमेन। आज परमेश्वर की आत्मा भविष्यवाणी के रीति से कहता है, जो जो जगह में तुम्हें बांध के रखा हुआ है, जो जो जगह में तुम्हें बंधन में डाला हुआ है, उस बंधन को खोलने वाला दिन है आज के दिन। ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. न्यायों की किताब जो 16 अध्याय उसके 9वां आयत है। അവളുടെ ഉൾമുറികൾ പതിയിരിപ്പുകാർ പാർത്തിരുന്നു. അവൾ അവനോട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ തീ തൊട്ട ചണൽ നൂൽ പോലെ ഞാണയുടെ പൊട്ടിച്ചുകൊണ്ട് അവന്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല. उसके पास तो कुछ मनुष्य कटोरी में हाथ लगाए बैठे थे। तब उसने उनसे कहा, हे शिमशोन, फिलिस्ती तेरे घात में है। तब उसने तांदों को वैसा तोड़ा जैसा सन का सूत आग में जो जूते हैं टूट जाते हैं, और उसके बल का भेद ना खुला। അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ ബന്ധിച്ച് അകത്താക്കി. हम पढ़ते हैं, उन्हें बांध कर अंदर रख दिया। ശിംശോനെ ബന്ധിച്ച് അകത്താക്കി കഴിഞ്ഞാൽ ഫെലിസ്ത്യര് ജയിച്ചു എന്നാണ് ചിന്തിക്കാൻ ഇടയാണ്. ഇല്ല, ഫെലിസ്ത്യരെ നിനക്ക് തെറ്റുപറ്റി. शिमशोन को बांध के कटोरी में रख दिया है तो फिलिस्ती ने ये सोचा है कि हम जीत जाएंगे, लेकिन हे फिलिस्ती, तुमको गलती हुआ है। അവർ വിചാരിച്ചു അവനെ ഒതുക്കി കഴിഞ്ഞാൽ സകലതും തീരും. ഇല്ല, അവനെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം അവനെ വിളിച്ചൊരു ദൈവമുണ്ടെങ്കിൽ അവിടെ വായിക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ചണനാല് പോലെ അവന്റെ ബന്ധനം അഴിഞ്ഞ പുറത്തു വന്നെങ്കിൽ ഇന്നു പകൽ ചില ബന്ധനങ്ങളെ അടിച്ച് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. आमेन। फिलिस्तीन ने सोचा उनको ऐसा दबा के रखेगा तो सब हो जाएंगे, लेकिन उनके ऊपर जो परमेश्वर की अभिषेक था इसलिए उन्हें कुछ नहीं कर सकता है। और यहाँ पर हम देखते हैं कि उनके ऊपर परमेश्वर के अभिषेक उतर के आने के समय सन का सूत आग में जुटे हुए जैसा उनके बंधन सब चल गया और वो बाहर आया, क्योंकि कोई भी बंधन तुम्हें ऐसा बांध के रख नहीं सकता है। ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകും. എവിടെങ്കിലും ബന്ധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കരുത്. നിന്റെ ബന്ധനത്തെ പൊട്ടിച്ച് പുറത്തു കൊണ്ടൊരു ദൈവമുണ്ട്. आज तुम विश्वास करो, जहां पर भी बंधन बंधन है करके कोई बोलेगा तो तुम विश्वास मत करो। तुम्हारा जो बंधन है उससे तुम्हें खोल कर बाहर लेके आने के लिए आज परमेश्वर ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കൽ തന്റെ ദൂതന്മാർ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പല വിശ്വസിക്ക്, നിന്നെ ഒതുക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. കാരണം आमेन। कोई विपत्ति तुझ पर ना आएंगे, कोई
समस्या तुम्हारे जीवन में नहीं आएंगे, क्योंकि तुम्हें जो बुलाया हुआ परमेश्वर विश्वस्त है, वो तुम्हारे डेरे के निकट कोई विपत्ति ना आने के लिए तुम्हें रखवाली करने वाला परमेश्वर है। അവിടെ വായിക്കുന്നത് ഒരു തീ പോലെ, ഒരു ചണനാല് പോലെ, എത്രയോ കനമുള്ള സാധനം ഇട്ടാ കെട്ടിയത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പിശാചേ, നിനക്ക് കെട്ടാനേ അറിയത്തുള്ളൂ. ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇന്നൊപ്പാൽ വിശ്വസിക്കാതെ കെട്ട് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്ന ദൈവം. ऐसा जो मजबूत उन लोग बांधा था, ये शैतान तुम्हें केवल बांधने के लिए आता है, लेकिन तुम्हारे जो बंधन को तोड़कर वहां से बाहर लेके आने के लिए हमारा परमेश्वर सर्वशक्तिमान है, जो विश्वास करने वालों के जीवन में परमेश्वर वो काम करते। ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മയിൽ വരുന്നുണ്ട്. ശദ്രക്ക് മേശക്കിനെ അബേദ്നെഗോവിനെ രാജാവ് അവിടെ വായിക്കുന്നുണ്ട്. നമ്മൾ അവനെ ബന്ധനാക്കിയല്ലോ തീയിലിട്ടത്. ഇപ്പൊ നാം നോക്കുക, കെട്ടഴിഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു. आमीन। ये बोलने के समय मुझे याद आया हुआ जो शद्रक मेशक अबेदनगो के बारे में, उन्हें जो बांधा हुआ आग में डाला था, राजा ने ये कहा है, देखो हमने उसको बांध कर आग में डाला हुआ है, लेकिन वो बंधन खुला हुआ अवस्था से वो आग से बाहर आ रहा है। എന്തിനാ തീയിലിടുന്നതിനെ പിന്നെ കെട്ടണം ആവശ്യം? എന്തിനാ കെട്ടിയത്? കാരണം അവൻ ഒരിക്കലും തീയിൽ നിന്ന് പുറത്തു വരാം. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ഒരു കാര്യം, രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കെട്ടിയിട്ടത്, പക്ഷെ ഇപ്പൊ കെട്ടടിഞ്ഞ് പുറത്തു വന്നു. जो उसके बांध के डाला है वो कहीं भी रीति से आग से बाहर नहीं आना है, इसी कारण उन्हें बांध के डाला है। लेकिन अभी राजा कहता है, देखो हमने उन्हें बांध के अंदर डाला है, लेकिन वो बंधन खुला हुआ अवस्था में बाहर आ रहा है। ഒരു വിധത്തിലും രക്ഷപ്പെടരുത്. കാരണം അഥവാ തീക്കകത്ത് വീണെങ്കിൽ ഒരു വിധത്തിലും രക്ഷപ്പെടും. കാരണം കെട്ടഴിഞ്ഞെങ്കിലല്ലേ പുറത്തു വരാൻ പറ്റുള്ളൂ. ഇവിടെ കൈയും കാലും കെട്ടിയിട്ട് അവനെ അകത്താക്കുക. പക്ഷെ ഒരു കാര്യം, ഒരിക്കലും പുറത്ത് വരും. പക്ഷെ ഒരു കാര്യം, ആ തീയേക്കാൾ വെല്ലുന്ന ദൈവ സാന്നിധ്യം ആ തീക്കകത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ പലപ്പോഴും വിശ്വസിക്കാറുണ്ട്, ഈ 7 മടങ്ങ് വർദ്ധിച്ചു. പക്ഷെ ഒരു കാര്യം, 14 മടങ്ങ് ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങിയപ്പോൾ അവരെ കെട്ടങ്ങ് പൊട്ടി. ഇന്ന് വിശ്വസിക്കുക, 7 മടങ്ങ് അവര് കൂട്ടിയത്. പക്ഷെ ഒരു കാര്യം, 14 മടങ്ങ് സാന്നിധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇന്ന് പോലെ പുറത്തു വരും. आमीन। हम देखते हैं कि उनको जैसा हाथ पैर बांध के अंदर डाला, क्योंकि इसलिए बांधा है किसी भी तरीका से ये बाहर निकल के ना आए, वैसा ही बांध के अंदर डाला है। लेकिन यहाँ पर हम देखते हैं उसकी बंधन खुल के आया। वहां हम देखते हैं कि शद्रक मेशक अबेदनगो को अंदर डालने के समय आग के भट्टे 7 गुना बढ़ा दिया। ये 7 गुना बढ़ा की दिया हुआ तो जो 14 गुना बढ़ा के परमेश्वर के सानिध्य वहां पर उतर के आने के समय उस व्यक्ति आमे खुला हुआ अवस्था में बाहर आया। जैसा तुम्हारे जीवन में जो 7 गुना बढ़ाने वाले जगह में परमेश्वर 14 गुना बढ़ाकर परमेश्वर के सानिध्य उतार के तुम्हें छुड़ाने के लिए परमेश्वर सर्वशक्तिमान। പ്രാർത്ഥന പോലെ എനിക്ക് വെളിപ്പെട്ട കാര്യം പറയാം. 7 മടങ്ങാണ് തീ വർദ്ധിപ്പിച്ചത്. പക്ഷേ അതിനെ വെല്ലുന്നതായ ഒരു ദൈവ സാന്നിധ്യം അവരുടെ ഇടയിൽ 14 മടങ്ങ് തീ വർദ്ധിച്ചു കഴിഞ്ഞാൽ ലഭിക്കാൻ ഇടയായാൽ ഒരു കാര്യം ഉറപ്പാ, ആ തീക്ക് ഇവരെ ഒതുക്കാൻ കഴിയത്തില്ല. കാരണം അതിനേക്കാൾ വെല്ലുന്ന 14 മടങ്ങ് ശക്തി ഇവർക്കുണ്ടെങ്കിൽ ഇന്നോ പകൽ അവിടെ ഒതുങ്ങത്തില്ല എന്ന് വിശ്വസിക്കാൻ തയ്യാറായി അതിൽ നിന്ന് പുറത്തു വരാൻ തന്നെ ഇടയാകും. हमें उन्होंने जब 7 गुना आग को बढ़ाकर उन्हें अंदर डाल दिया है, तो उसके अंदर जाने के समय उससे भी डबल गुना या 14 गुना सामर्थ्य उनके ऊपर उतर की आके उन्हें बाहर लेके आना है। तो वो जो 7 गुना आगे उन्हें दबा के रख नहीं सकता है, उससे भी अधिक है जो 14 गुना जो अभिषेक के द्वारा वो बाहर निकल के आएंगे। ഇന്ന് വിശ്വസിക്കുക, നിന്നെ ഒതുക്കുന്ന ശത്രു കാണാത്തതായ ഒരു വെളിപ്പാട്, നിനക്ക് കാണാൻ നിനക്ക് കാണാൻ കഴിയാത്തതായ ഒരു ദൈവ സാന്നിധ്യം നിന്റെ ശത്രുവിന് കാണാൻ ഇടയാ. हमें आज सुबह तुम विश्वास करो, तुम्हें जो दिखाई नहीं देते हुए तुम देख नहीं सकता हुआ परमेश्वर का एक सानिध्य, परमेश्वर का उपस्थिति, शत्रु देखने वाला एक उपस्थिति तुम्हारे ऊपर परमेश्वर नहीं। ഞാൻ വിശ്വസിക്കുന്നു ശത്രുക്ക് മേശക്ക് അബേദ്നെഗോ കണ്ടു കാണത്തില്ല ഈ 4-ാമന് വരുവാനെ. പക്ഷേ ആര് കണ്ടെന്ന് ശത്രു കാണാനായി. जो मैं ये विश्वास करता हूँ, शद्रक मेशक अबेदनगो ने जो आग में डाला गया तभी वो 14 व्यक्ति उसने नहीं देखा होगा, लेकिन उनके शत्रु ने देखा है। वहां पर 14 एक व्यक्ति उतर के आया हुआ।
ബൈബിൾ അങ്ങനെയില്ല. എന്നാലും എന്റെ ഭാവന ഞാൻ പറയുകയാണ്, അവര് കാണാത്തത്. ഒരു ഉദാഹരണം പറയും, ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയത് ഇയ്യോബ് ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ ഇയ്യോബ് കാണാത്തതൊന്ന് ശത്രു കാണാനിടയായി. ഇനി ഞാൻ വിശ്വസിക്കുന്നു, നമുക്ക് കാണാൻ കഴിയാത്തതായ ചില പൊട്ടൻഷ്യൽ നമുക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. आमीन। जैसे मैं ये बाइबल में लिखा हुआ नहीं है, लेकिन मैं ये विश्वास करता हूँ, शद्रक मेशक अबेदनगो को देखा नहीं होगा 14 व्यक्ति उनके साथ खड़ा है करके, वैसा ही अयुब के बारे में हम देखते हैं, अयुब के चारों ओर बाड़ा बांध के रखा हुआ है, लेकिन अयुब ने वो देखा नहीं है, उनके शत्रु ने उन्हें देखा है कि अयुब के चारों ओर बाड़ा बांध के रखा हुआ। वैसा ही हमारे जीवन में എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, ഇയ്യോബ് കാണാത്തത് ഇയ്യോബ് ഇന്ന് വരെ കാണാത്തത് ശത്രു കണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ ചിലത് നിനക്ക് വേണ്ടി നീ കാണുന്നില്ല, ചില പൊട്ടൻഷ്യൽ, ചില സംരക്ഷണം നീ കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം, നിനക്ക് വേണ്ടി കരുതുന്നത് നിന്റെ ശത്രു കാണാൻ ഇടയാ. आमीन। वैसा अय्यूब के जीवन में अय्यूब शायद नहीं देखा होगा, उनके चारों ओर बाड़ा बांध के रखा हुआ, वैसा ही आमीन अय्यूब नहीं देखा हो तो भी अय्यूब के शत्रु ने उसको देखा है। वैसा तुम्हारे जीवन में भी परमेश्वर ऐसा जो प्रोटेक्शन देखता है, ऐसा जो बाड़ा बांध के रखा हुआ है, तुम्हें संरक्षण करता है। शायद तुमको देखने के लिए नहीं होगा, लेकिन तुम्हारे शत्रु वो बराबर देखता है। ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. ഇന്ന് പകൽ സാന്നിധ്യം ഇറങ്ങാൻ ഇതുവരെ മാറാത്ത ചില രോഗങ്ങൾ ഇന്ന് പകൽ മാറുന്ന ഒരു പകൽ. आमीन। अगर परमेश्वर का जो उपस्थिति उतर के आएगा तुम्हारे जीवन में, अभी तक नहीं निकल जाते हुए जो बीमारी के बंधन आज निकलने वाला है। നമ്മൾ വായിക്കുന്നുണ്ട്, ചില ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ റേഡിയേഷൻ നടത്തി കരിച്ചു കളയും. എങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങാനിടയായി. കരിയത്തില്ലെന്നും ഒരിക്കലും മാറത്തില്ലെന്ന് പറയുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽ നിന്റെ ശരീരം വിട്ട് പുറത്തു പോകും. വിശ്വസിക്കാൻ തയ്യാറാകുന്ന ആളുകൊണ്ട് നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില രോഗത്തിന്റെ ശക്തികളുണ്ടല്ലോ, ചില രോഗാത്മാക്കളുണ്ടല്ലോ, ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണ്, അതൊന്ന് കരിഞ്ഞു മാറുന്ന ഒരു പകല. आमीन आमीन। तो अगर तुम विश्वास करो, तुम्हारा कुछ बीमारी के बंधन आज खुलने वाला है। हम जानते हैं कि कैंसर का बीमारी को जो रेडिएशन देके उसको जला देता, वैसा तुम्हारे जीवन में कई सालों से तुम अनुभव करके आया हुआ, हमें कई महीनों से अनुभव करके आया हुआ कुछ बीमारी के बंधन है। आज अगर तुम विश्वास करने के लिए तैयार है तो उस बीमारी के बंधन हमेशा के लिए आज दूर होने वाला दिन है। हमें तुम केवल विश्वास करो। ജോസ് പാസ്റ്ററോട് എന്നെ ഫ്രണ്ട് നിൽക്കുന്നതുകൊണ്ട് ജോസ് പാസ്റ്ററോട് പറയുന്നേ ഉള്ളൂ, ചില രോഗത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ കരിയും. ആമേൻ। कुछ बीमारी के बंधन आज खुलने वाला है। നാളുകൊണ്ട് നമ്മൾ തമ്മിൽ അറിയത്തില്ലെങ്കിലും നാളുകൊണ്ട് ചില രോഗത്തിന് അടിമയായിരിക്കുന്ന വ്യക്തി കാണുവാൻ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറ്. സാന്നിധ്യം ഒന്ന് അറിയാൻ മതിയല്ലോ, അത് കരിഞ്ഞു മാറത്തില്ല. ഇന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം, പരിശുദ്ധാത്മാവേ ആ സാന്നിധ്യം എന്ന് ഇറങ്ങാൻ എത്ര മാര രോഗമായാലും അത് കരിഞ്ഞു മാറും. നമുക്ക് ആശുപത്രി കൊടുക്കുന്ന കാശും നമുക്ക് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഇടയാ. വിശ്വസിക്കാൻ തയ്യാറാണ്. हमें जो कितना भी बड़ा बीमारी होने दो, कितना भी कैसा भी अवस्था में होने दो, परमेश्वर का जो सानिध्य उपस्थिति अगर उत्तर की आएगा तो उस बीमारी के बंधन हमेशा के लिए दूर हो जाएंगे। क्योंकि हमें जो हम डॉक्टरों को देते हुए पैसा जो व्यर्थ खर्चा करता है, वो परमेश्वर के नाम के लिए हम इस्तेमाल कर सकता है। इसी कारण परमेश्वर के ऊपर विश्वास करो, आज उस बंधन से हमेशा के लिए छुटकारा देने वाला। നമ്മൾ വായിക്കുന്നുണ്ട്, രക്തസ്രാവ സ്ത്രീ വർഷങ്ങൾ കൊണ്ട് അവള് വായിക്കുന്നത് ഏറിയ മുതൽ ചെലവാക്കിയിട്ട് ഒട്ടും സൗഖ്യമ പരവേശയായ ആ സ്ത്രീയുടെ മുമ്പിൽ ആ സാന്നിധ്യം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് മാറിയെങ്കിൽ ഇന്ന് പകൽ ആ സാന്നിധ്യം ഒന്ന് ഇറങ്ങിയാൽ വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽ കരിഞ്ഞു മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. आमीन। हम पढ़ते हैं कि जो लघु बगाने वाला बीमार वाला स्त्री, उसने अनेक सालों से वैद्यों से परेशान होकर उनके सारे संपत्तियां नाश करके ऐसा जो कंगाल अवस्था में परमेश्वर के पास आया, परमेश्वर का उपस्थिति उनके ऊपर उतर के आने के समय हमें तुरंत उन्हें छुटकारा मिला हुआ। जैसा आज तुम्हारे जीवन में सालों से आया हुआ अवस्था में हो, लेकिन उस बीमारी के बंधनों को पवित्र आत्मा के आग उत्तर किया कर उसको जलाकर पूरी तरफ से छुटकारा देंगे। ये अगर तुम विश्वास करेगा तो आज परमेश्वर करने वाला है। आमीन। ये परमेश्वर की आत्मा कहती है। ഇന്ന് പകൽ അകന്നു പോയ ചില കുടുംബ ജീവിതം
ഒരിക്കലും അടുക്കാൻ കഴിയാം. അകന്നു പോയ പാരിപത്ര ബന്ധത്തിൽ അകന്നു പോയ അല്ലെങ്കിൽ തലമുറ വ്യക്തത്തിൽ അകന്നു പോയ ചില കുടുംബ ബന്ധങ്ങളെ ഇന്നു പകൽ അടുപ്പിക്കുന്ന ഒരു പകൽ. आमीन। आज परमेश्वर की आत्मा कहता है जो पति पत्नी के बंधन में जो अलग हो गया है, दूर हो गया हुआ अवस्था में बैठा हुआ है, बच्चों के साथ भी दूर हो गया हुआ, अलगदाई होने वाला अवस्था में जो बैठा हुआ, वो पारिवारिक बंधनों को परमेश्वर एक साथ जोड़ने वाला दिन है आज। നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകെ വർഷങ്ങൾ കൊണ്ട് ഒരിക്കലും അടുക്കത്തില്ല. ഒരിക്കലും ഇനി നമുക്ക് തമ്മിൽ ഒരിക്കലും ചേരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അകന്ന ചില കുടുംബ ബന്ധങ്ങൾ ഇന്ന് പകൽ ആരൊക്കെയോ കേൾക്കുന്നുണ്ട്. അവരോട് പറയാം, നിന്റെ കുടുംബ ജീവിതം തകർന്നു എന്ന് പറയുന്നെങ്കിൽ ഇന്ന് വിശ്വസിക്ക് ദൈവ സാന്നിധ്യം ഒന്ന് ഇറങ്ങാൻ ഇടയായി തകർന്ന കുടുംബ ജീവിതത്തെ അടുപ്പിക്കുന്ന ഒരു പകലാണ്. വിശ്വസിക്കാൻ തയ്യാറാണ്. हमें कुछ पारिवारिक बंधन कई सालों से अलग होके बैठा हुआ अवस्था है, ये किसी भी कारण से ये जुड़ेगा नहीं, एक साथ नहीं हो सकता है करके जो बैठा हुआ परिवार है, वो परिवार को परमेश्वर की पवित्र आत्मा एक साथ जुड़ने वाला दिन है, अगर तुम विश्वास करेगा तो। ഞാനൊന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, നമ്മുടെ ഇരുമ്പ് സാധനങ്ങൾ, അടുക്കാത്ത ഇരുമ്പ് സാധനങ്ങൾ അടുപ്പിക്കാൻ ചെയ്യുന്ന വെൽഡിങ്, അതവിടെ തീയാണല്ലോ പുറപ്പെടുന്നത്, ആ തീ കൊണ്ടാണല്ലോ യോജിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരിക്കലും അടുക്കാൻ കഴിയാതെ തകർന്നു പോയ ചില കുടുംബങ്ങൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ഇന്ന് പകൽ പരിശുദ്ധ പറയുക, ദൈവ സാന്നിധ്യം അതിനകത്തൊന്ന് ഇറങ്ങാൻ കഴിഞ്ഞാൽ, അകന്നൊന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിന്റെ തലമുറ നിന്നെ അകന്നുപോയി, നിന്റെ ഭാര്യ നിന്നെ അകന്നുപോയി, നിന്റെ ഭർത്താവ് നിന്നെ അകന്നുപോയി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളോട് ഇന്ന് ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അതിനകത്തൊന്ന് ഇറങ്ങാൻ ഇടയായാൽ അതിനെ അടുപ്പിക്കുന്ന ഒരു പകൽ. मैं उदाहरण दीदी से आपको यह समझाना चाहता हूँ, दो लोहे के खंभा है, दोनों को एक साथ जोड़ नहीं सकता है। अगर जोड़ना है तो उनको वेल्डिंग करना पड़ता है। वहां पर जो आग उन्हें दोनों को एक साथ करते हुए अवस्था में तुम्हारे पारिवारिक जीवन में, या तुम्हारा पति तुमसे अलग हो गया, पत्नी अलग हो गया, बच्चा अलग हो गया, ये कभी भी जुड़ नहीं सकता हुआ अवस्था है करके दूर होके कई सालों से अलग होके बैठा हुआ अवस्था है, तो उसके बीच में परमेश्वर का उपस्थिति उत्तर के आने के समय जो अलग होके बैठा हुआ उनको एक साथ जुड़ने वाला अनुभव परमेश्वर देख रहा है। इसलिए तो विश्वास करो, आज परमेश्वर वो काम करेंगी। ഇന്ന് പകൽ ഞാൻ ഒന്നോ രണ്ടോ വ്യക്തികൾ ഈ ദൂത് കേൾക്കുന്ന ഒന്നോ രണ്ട് വ്യക്തികൾ മാനുഷ്യമായി അടുക്കാൻ കഴിയാതെ മാനുഷ്യമായി അകന്ന് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ പരിശോധന പറയാം, അങ്ങനെയുള്ള വ്യക്തികൾ ഇന്ന് അവരെ ഏറ്റെടുക്കാൻ തയ്യാറായ, മാനുഷ്യമായി അകന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരോട് ഒരിക്കലും അടുക്കാൻ കുടുംബപരമായ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടും അടുക്കാൻ കഴിയാതെ എന്തൊക്കെയോ മുറിവിന് പറ്റി അകന്ന് നിൽക്കുന്ന വ്യക്തികൾ ഇന്ന് പകൽ നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായ അടുക്കുന്ന ഒരു പകൽ. मानुष्य की रीति से जो अलग होके बैठा हुआ है, एक साथ जुड़ नहीं सकता हुआ अवस्था में, हमें जो व्यक्तिगत रीति से अलग होकर हम जुड़ नहीं सकता है, एक साथ मिल नहीं सकता हुआ अवस्था में जो अलग होके बैठा हुआ एक दो परिवार है, उन परिवारों से परमेश्वर की आत्मा कहता है, तुम आज विश्वास करो, पवित्र आत्मा का उस अभिषेक तुम्हारे बीच में वो उपस्थिति उत्तर किया कि तुम्हें एक साथ जोड़ने वाला दिन है। ഒരു കാരണം പറഞ്ഞിട്ട് നിർത്താം, നിന്റെ ചില നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്ന ഒരു പകലാണ്. एक बात मैं कहना चाहता हूँ कि तुम्हारा जो नष्ट हो गया हुआ वो कई सारे विषय है, वापस मिलने वाला दिन है। അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് വായിക്കാമോ? വായിച്ചിട്ട് അതോടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. प्रेरितों के काम 28 अध्याय 28-ാം അധ്യായം അതിന്റെ 3-4 വാക്യം. 28 अध्याय उसका 3 और 4 आयत. പൗലോസ് കുറെ വിറക് പറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് ചുറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അടുത്ത വാക്യോടെ അത് ഉടനെ അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. മതി. ഞാൻ ചോദിച്ചോട്ടെ, വേറൊരു പലക കഷണമായിട്ടാണ് മെലിത്ത ദ്വീപൻ പൗലോസും കൂട്ടരും ഇറങ്ങിയത്. वहां पर मेलिता जो द्वीप में पौलोस और उसके साथ वाला जो उतर के आया केवल एक टुकड़ा, आमेन, जो लकड़ा में
ആ മെലിത്ത ദ്വീപിൽ വർഷങ്ങൾ കൊണ്ട് ഒരു ഉയർച്ചയുണ്ടാകാതെ, ഒരു നന്മയുണ്ടാകാതെ ഒതുക്കി വെച്ചിരുന്ന ആ സർപ്പശക്തി അവിടെ കരിഞ്ഞു മാറിയപ്പോൾ പട്ടണത്തിന്റെ സ്ഥിതി മാറി. वो कई सालों से उस मेलिता द्वीप को दबा के रखा हुआ, आगे बढ़ने की नहीं देते हुए बांध के रखा हुआ सांप का जो शक्ति है, उसको जब आग में डालने के समय वहां का अवस्था बदल गया. എല്ലാം നഷ്ടപ്പെട്ടു. ഒന്ന് ഉടുതുണിയോട് മാത്രം ആ ദ്വീപിൽ കയറിയ വ്യക്തികളാണ്. പക്ഷേ അവിടെ വായിക്ക് തിരിച്ചവിടുന്ന് കയറുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വയ്യാത്തതുപോലെ ചരക്ക് അവർക്ക് തിരികെ ലഭിച്ചെങ്കിൽ, ഇന്നു പകൽ നിന്റെ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുന്ന ഒരു സാന്നിധ്യം അവിടെ ഇറങ്ങിയതേ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി ആ നാളുകൾ കൊണ്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനത്തെ തീയിൽ കുടഞ്ഞു കളഞ്ഞപ്പോൾ സ്ഥിതി മാറി. ഇന്നിപ്പോൾ വിശ്വസിക്കാൻ തയ്യാറാണ്. आमीन. उन लोग वहां पर आने के समय जो पहना हुआ, केवल पहना हुआ कपड़ा के साथ वहां पर आया हुआ लोग है, लेकिन वहां पर आने के समय हम देखता है कि उधर दबा के रखा हुआ बंधन का जो शक्ति है, आग में हिला देने की बात, उन्होंने जो लौटा जाने के समय उन्हें ले जा नहीं सकता हुआ उतने सारे आशीष उन्हें देखकर उन्हें विदा किया है, तो उस जगह का अवस्था को इतना बदल दिया है. तो आज तो विश्वास करने के लिए तैयार हो जाओ, तुम्हारा जो नष्ट हो गया हुआ कई सारे आशीषों को परमेश्वर वापस देने वाला. ഇന്ന് പകൽ ചിലത് നഷ്ടപ്പെട്ടു എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മ സാന്നിധ്യം നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒന്ന് ഇറങ്ങാൻ ഇടയായി നഷ്ടപ്പെട്ടത് മുഴുവനും നിനക്ക് തിരിച്ചു തന്ന് നിന്നെ സമൃദ്ധിയിലേക്ക് നടത്തുന്ന ഒരു ദൈവത്തെയാ നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. आमीन. तुम विश्वास करो, तुम्हारे जीवन में जो नष्ट हो गया हुआ जो कुछ है, वहां पर परमेश्वर के सानिध्य, परमेश्वर का उपस्थिति उतर के आएंगे. मैं नष्ट हो गया हुआ सब कुछ वापस देके तुम्हें उसी अभिषेक में आगे बढ़ाने के लिए हमारे परमेश्वर सर्वशक्तिमान है. तुम विश्वास करो. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. एक मिनट हम प्रार्थना के लिए अपने सिर झुकाएं. ഇന്ന് വിശ്വസിക്ക് തീ നിനക്കുമായി പുറപ്പെട്ടിട്ടുണ്ട്. आज तुम विश्वास करो, परमेश्वर तुम्हारे आगे आगे निकला है. നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. तुम्हारे जो पीढ़ियों के विषय में നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. तुम्हारे लिए परमेश्वर उतर के आया हुआ നിന്റെ है. കുടുംബത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. तुम्हारे परिवार के लिए परमेश्वर उतर के आया हुआ है. ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിച്ച് കളയുന്ന ദൈവം. तुम्हारे चारों ओर का जो सारे वैरियों को जलाने वाला परमेश्वर. അത് മാത്രം വായിക്കുന്നുണ്ട്. നീ തീയിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയാകും. നിന്നെ തീയിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണെങ്കിൽ ഒരു തീക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. हमें तुम्हें जो आग से खींच के निकला हुआ कोयला के समान है, तो हमें वैसा ही तुम्हें करेंगे करके परमेश्वर के वचन करता है. वैसा निकला है तो तुम्हें कोई भी आग तुम्हें कदम नहीं कर सकता है. ഏതൊക്കെ വിധത്തിൽ ഞെരുങ്ങുന്നുണ്ടോ, ഏതൊക്കെ വിധത്തിൽ നീ ഒതുങ്ങിപ്പോയി എന്ന് ചിന്തിക്കുന്നുണ്ടോ, ഇന്ന് പകൽ പരിശുദ്ധ പറയാണ് ആ ഒതുങ്ങിപ്പോയ മണ്ഡലത്തിൽ ആ സാന്നിധ്യം എന്ന് ഇറങ്ങാൻ ഇടയായാൽ ഒരിക്കലും നീ പുറത്തു വരുത്തുന്ന ചിന്തിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. कौन सा जगह में कौन सा अवस्था में तुम्हें दबा दिया है, तुम दब गया करके सोच रहा है, उस अवस्था को तो परमेश्वर के हाथों में समर्पण करे. परमेश्वर उस अवस्था से तुम्हें बाहर लेके आने के लिए परमेश्वर तैयार है. പരിശുദ്ധ പിതാവേ, നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. पवित्र परमेश्वर, आपके लोगों को आशीष देके हम प्रार्थना करते हैं. प्रभु പിതാവേ, അവര് പുറത്തു വരട്ടെ. ए पिता, इन लोग बाहर आने दे. സാന്നിധ്യം അനുഭവിച്ചറിയട്ടെ. आपका उपस्थिति अनुभव करने पाए. ചില രോഗങ്ങൾ കരിഞ്ഞു മാറട്ടെ. कुछ बीमारियां जलकर राख बन जाए. ചില നഷ്ടപ്പെട്ട സംരക്ഷണങ്ങൾ അവർക്ക് മടക്കി ലഭിക്കട്ടെ. कुछ नष्ट हो गए वह सालों की आशीष उन्हें वापस मिलने दे. प्रभु ഇന്നത്തെ ദൂത് ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും ഏരിയനും ഒരു വീടിനായി തീർക്കാൻ നന്ദി പറയാം. आज के जो संदेश है हर एक परिवारों को, हर एक व्यक्तिगत जीवन में अनुग्रहदायक बन गया, इसलिए हम धन्यवाद देते. प्रभु പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഈ എല്ലാ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാക്കി തീർക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. पिता पुत्र पवित्र आत्मा का नाम से आशीष करके प्रार्थना करता हूँ. इस हफ्ता में उनके जीवन में अनुग्रह का दिन बन जाए, ये परमेश्वर आपके हाथों में समर्पण करता हूँ. यीशु नासरी के नाम से प्रार्थना करता हूँ. सुनो गंगरो पिता.